നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണൂരിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം നടത്തി. DCC കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആശാവർക്കർമാര് അവര് ജോലിക്ക് ഹാജരാകുന്നില്ല എങ്കിൽ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സമരത്തിൽ നിന്ന് അവരെ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനവുമായി ഗവൺമെൻറ് ഒരു ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഓർഡർ കത്തിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ ഞങ്ങൾ നടത്താൻ വേണ്ടി KPCC നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമരം നമ്മുടെ ധാർമ്മികമായ ഒരു സമരമാണ്. ഈ സമരത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം 7000 രൂപയാണ് ഒരു ആശാ വർക്കർമാർക്ക് അവർക്ക് അവരുടെ തൊഴിൽ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ആ 7000 രൂപ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇവിടെ നിത്യോപയോഗ 8 വർഷം 9 വർഷമായി ഇവിടെ സാധനങ്ങൾക്ക് നിത്യേന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂനികുതി വർദ്ധിക്കുന്നു. എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം 7000 രൂപ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു കുടുംബം പുലർത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ പരിരക്ഷിക്കാൻ സാധിക്കാത്ത, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കാഴ്ചപ്പാടിലാണ് ഇത്തരം സമരവുമായി അവർ ഒന്നിച്ചു വന്നിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൂൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, നേതാക്കളായ VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് P ഇന്ദിര, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, ഉഷാകുമാരി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.